നമസ്കാരം. ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 18. ഇപ്പോൾ ഒരു അതിസുന്ദരിയുടെ രൂപത്തിൽ ശൂർപ്പണഖ രാമനോടും ലക്ഷ്മണനോടും മാറി മാറി തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആദ്യം രാമനോട് തനിക്ക് രാമൻ്റെ ഭാര്യയാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാട്ടിലും സുന്ദരനും ബുദ്ധിമാനുമായ ലക്ഷ്മണനോട് പറയാൻ പറയുന്നു. അപ്പോൾ ബുദ്ധിഹീനയായ അവൾ, രാക്ഷസികൾക്ക് ബുദ്ധിയില്ലല്ലോ, രാക്ഷസന്മാർക്ക് പൊതുവെ, പക്ഷേ രാവണൻ വലിയ ബുദ്ധിമാനായിരുന്നു ഇതൊക്കെ പറഞ്ഞാലും, അവൾ അത് കേട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഞാൻ സ്വതന്ത്രനല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ ആജ്ഞാനുവൃത്തിയാണ്, അതുകൊണ്ട് ജ്യേഷ്ഠനോട് തന്നെ ചെന്ന് പറയൂ, സീതയെ ഉപേക്ഷിച്ചിട്ട്, വളരെ വിരൂപയായ സീതയെ ഉപേക്ഷിച്ച് സുന്ദരിയായ അവളെ കല്യാണം കഴിക്കാൻ പറയൂ എന്ന് ലക്ഷ്മണൻ ആവശ്യപ്പെടുന്നു. അവൾ അതെല്ലാം വിശ്വസിക്കുമെന്ന് വിചാരിച്ചാണല്ലോ ലക്ഷ്മണൻ അങ്ങനെ പറയുന്നത്. വിലക്ഷണയും ദുഷ്ടയുമൊക്കെയായ സീതയെ കല്യാണം കഴിക്കാൻ ലക്ഷ്മണൻ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ആ വാക്കുകൾ സീതയെപ്പറ്റി പറയുന്നതെങ്കിലും അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരു കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയും നിഷ്ഠൂരമായ വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ശ്ലോകം 18. താം മൃത്യുപാശപ്രതിമാം ആപതന്തിം മഹാബലഃ വിഗൃഹ്യ രാമ കുപിത സ്തതോ ലക്ഷ്മണമബ്രവീതം. മഹാബലനായ ശ്രീരാമൻ കാലപാശം പോലെ വന്നു വീഴുന്ന അവളെ ക്രുദ്ധനായി തടഞ്ഞ് ലക്ഷ്മണനോട് പറഞ്ഞു. ശ്ലോകം 19. ക്രൂരൈരനാര്യൈ സൗമിത്രേ പരിഹാസകഥം ജന ന കാര്യ പശ്യ വൈദേഹിം കഥഞ്ചിത് സൗമ്യജീവതിം. 19ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ലക്ഷ്മണ, ക്രൂരരായ പ്രാകൃതരോട് പരിഹാസഭാഷണം ഒരു തലത്തിലും നന്നല്ല. എപ്രകാരമെങ്കിലും സീതയുടെ ജീവൻ രക്ഷിക്കണം. ശ്ലോകം 20. ഇമാം വിരൂപാമസതീം അതിമത്താം മഹോദരീം രാക്ഷസീം പുരുഷവ്യഘ്ര വിരൂപയിതുമർഹസീം. ലക്ഷ്മണ, ഈ വിരൂപയും ദുഷ്ടയും ഉന്മത്തയും പെരുവയറിയുമായ രാക്ഷസിയെ വിരൂപപ്പെടുത്തി വിടേണ്ടതുണ്ട്. ശ്ലോകം 21. ഇത്യുക്തോ ലക്ഷ്മണസ്തസ്യാഹ ക്രുദ്ധോ രാമസ്യ പശ്യതഃ ഉധൃത്യ ഖഡ്ഗം ചിച്ഛേദ കർണനാസേ മഹാബലഃ. ഇത് കേട്ടിട്ട് ബലശാലിയായ ലക്ഷ്മണൻ ക്രുദ്ധനായ ശ്രീരാമൻ കാൺകെ വാളൂരി അവളുടെ കാതും മൂക്കും ഛേദിച്ചു വിട്ടു. ശ്ലോകം 22. നികൃത്രകർണനാസാദു വിസ്വരം സാ വിനദ്യച യഥാഗതം പ്രദുദ്രാവ ഘോര ശൂർപ്പണഖാവനം. ശ്ലോകം 22 അർത്ഥം:
കാതും മൂക്കും ഛേദിച്ചു കളയപ്പെട്ട ശൂർപ്പണഖ അലറി നിലവിളിച്ചു വന്ന വഴിക്ക് മഹാവനത്തിനുള്ളിലേക്ക് ഓടിപ്പോയി. ശ്ലോകം 23. സാ വിരൂപാ മഹാഘോര രാക്ഷസീ ശോണിതോക്ഷിത നാദ വിവിധാന്നാദാൻ യഥാ പ്രാവൃഷിതോ യദഃ. വിരൂപയും ഘോരാകാരയും ചോരയൊലിക്കുന്നവളുമായ രാക്ഷസി മഴക്കാലത്ത് ഇടിനാദമെന്ന പോലെ പലവിധം ശബ്ദങ്ങളോടെ അലറി വിളിച്ചു. ശ്ലോകം 24. സാ വിക്ഷരന്തി രുധിരം ബഹുധാ ഘോരദർശന പ്രഗൃഹ്യ ബാഹുഗർജന്തി പ്രവിവേശ മഹാവനം. ചോരയൊലിപ്പിക്കുന്നവളും അത്യധികം ഘോരദർശനയും 2 കയ്യും പൊക്കിക്കൊണ്ട് അലറി വിളിക്കുന്നവളുമായ അവൾ മഹാവനത്തിൽ പ്രവേശിച്ചു. ശ്ലോകം 25. തതസ്തു സാ രാക്ഷസസംഘസംവൃതം ഖരം ജനസ്ഥാനഗതം വിരൂപിത ഉപേത്യതം ഭ്രാതരമുഗ്രതേജസം പപാത ഭൂമൗ ഗഗനാദ്യഥാശനിഃ. 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: വിരൂപിണിയാക്കപ്പെട്ട അവൾ രാക്ഷസഗണത്തിൻ്റെ നടുക്ക് വർത്തിച്ചിരുന്നവനും ഉഗ്രദർശനനും ജനസ്ഥാനത്ത് കഴിയുന്നവനുമായ ഖരൻ എന്ന ഭ്രാതാവിൻ്റെ അടുത്തെത്തി ആകാശത്തിൽ നിന്ന് ഇടുത്തി എന്ന പോലെ നിലത്തു പതിച്ചു. ശ്ലോകം 26. 18-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. തതസ്സ ഭാര്യാം ഭയമോഹമൂർച്ഛിത സ ലക്ഷ്മണം രാഘവമാഗതം വനം വിരൂപണം ചാത്മനി ശോണിതോക്ഷിത ശശംസ സർവം ഭഗിനീഖരസ്യ സാം. ശ്ലോകം 26-ന്റെ അർത്ഥം: അതിനുശേഷം സഭാര്യനും സലക്ഷ്മണനും വനത്തിലെത്തിയവനും തന്നെ വിരൂപണം ചെയ്തവനുമായ രാമനെപ്പറ്റി ഭയമോഹമൂർച്ഛിതയും ചോരയിൽ മുങ്ങിയവളുമായ ഖരഭഗിനി എല്ലാ വിവരങ്ങളും പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.